പറഞ്ഞു വരുന്നത്. അപ്പം ഇതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്കിനെ കുറിച്ചുള്ള പോയിന്റ്സുകൾ കൂടെ പറഞ്ഞിട്ട് ആ ടൈപ്സിലോട്ട് പോവാം. അപ്പം നമുക്ക് റിസ്ക് എന്താണെന്നുള്ളത് അറിയാം. ആദ്യമായിട്ട് റിസ്ക് മീൻസ് business risk refers to the danger of loss which may arise due to certain unforeseeable, unpredictable and unfavorable event in future. According to Wheeler, risk is the chance of loss. It is the possibility of some unfavorable അക്കറൻസ്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു റിസ്കിന്റെ മീനിങ്. അപ്പൊ റിസ്ക് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് അറിയാം. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഫ്യൂച്ചറിൽ നടക്കുന്ന ഈവൻസിനെയാണ് നമ്മൾ പറയുന്നത്. അതിന്റെ മീനിങ് ഒക്കെ നമ്മൾ പറഞ്ഞു വന്നു. ദെൻ ബിസിനസ് റിസ്ക് ഈസ് ദ പോസിബിലിറ്റി എ കമ്പനി വിൽ ഹാവ് ലോവർ ദാൻ ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ഓർ എക്സ്പീരിയൻസ് എ ലോസ് റാദർ ദാൻ ടേക്കിംഗ് എ പ്രോഫിറ്റ്. ആ ഒരു കണ്ടീഷൻസ് വരുമ്പോഴാണ് എന്ത് വരുന്നത്? ബിസിനസ്സിൽ റിസ്ക് വരുന്നത് അല്ലേ. ലോവർ ദാൻ ദി ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്, കമ്പനി വിൽ ഹാവ് ലോവർ ദാൻ ദി ആന്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ് ഓർ എക്സ്പീരിയൻസസ് എ ലോസ് റാദർ ദാൻ ടേക്കിംഗ് എ profit. Business risk is influenced by a numerous factors including sales volume, per unit price, input cost, competitions and the overall economic climate and government regulations. ഇത് വരാനുള്ള ചാൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് ചിന്തിക്കുന്നതിനെക്കാട്ടിലും പ്രോഫിറ്റ് കുറയുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? നമുക്ക് ലോസ് ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് വരാനുള്ള റീസൺസ് എന്ന് പറയുന്നത് സെയിൽസിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പ്രൈസിൽ വരുന്ന ചേഞ്ചസ്, ഇൻപുട്ട്, കോമ്പറ്റീഷൻ, ഇങ്ങനെ അല്ലെങ്കിൽ ഓവറോൾ എക്കണോമിക് ക്ലൈമറ്റ്, അതും അല്ലെങ്കിൽ ഗവൺമെന്റ് റെഗുലേഷൻസ്, ഇങ്ങനെ വരുന്ന എല്ലാ സാഹചര്യങ്ങളും കൊണ്ടാണ് എന്ത് വരുന്നത്? ബിസിനസ്സിൽ റിസ്ക് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അറൈസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ്. എപ്പോഴും നമ്മൾ റിസ്ക് എന്ന് പറയുന്നത് ഒരു അൺസർട്ടൺ ആണ്, നമ്മൾ ചിന്തിക്കാതെ വരുന്ന ഒരു സംഭവമാണ്. അൺസർട്ടനിറ്റി മീൻസ് വെൻ യു ആർ നോട്ട് ഷുവർ ഓഫ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. നമുക്കറിയാം അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നത്, നമ്മൾ ഫ്യൂച്ചറിൽ നടക്കുന്നത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമ്മൾ ഒരിക്കലും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലേ. അപ്പൊ കോമൺ എക്സാമ്പിൾ ഓഫ് അൺസർട്ടനിറ്റീസ് ആർ ചേഞ്ച് ഇൻ ഡിമാൻഡ്, ഗവൺമെന്റ് പോളിസി, ടെക്നോളജി എക്സെട്ര. ബിസിനസ് റിസ്ക് ഡ്യൂ ടു ദീസ് അൺസർട്ടനിറ്റീസ്. ബിസിനസ്സിൽ റിസ്ക് വരുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് എന്താ? ഡിമാൻഡിൽ വരുന്ന ചേഞ്ചസ്, ഗവൺമെന്റ് പോളിസീസിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ടെക്നോളജി, പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് എന്ത് വരും? ഈ നമ്മൾ വിചാരിക്കുന്ന ഈ അൺസർട്ടനിറ്റീസ് ഒക്കെ അറൈസ് ആകും. അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ബിസിനസ്. എ റിസ്ക് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് അല്ലേ. നോ ബിസിനസ് ക്യാൻ അവോയ്ഡ് റിസ്ക് although the degree of risk may vary. Risk can be reduced but cannot be eliminated. നമുക്ക് എന്ത് ചെയ്യാം? റിസ്കിനെ കുറയ്ക്കാം, ബട്ട് എന്ത് ചെയ്യാൻ പറ്റൂല? കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിസിനസിന്റെ ഒരു പാർട്ടാണ്, എസെൻഷ്യൽ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ റിസ്ക് വരാതെ നമുക്ക് കുറയ്ക്കാൻ നോക്കാം, ബട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൽ റിസ്ക് വരുന്നത് എന്താണ്? ബിസിനസിന്റെ നേച്ചറും അതുപോലെ തന്നെ സൈസ് ഓഫ് ബിസിനസ് ഡിപ്പെൻഡ് ചെയ്താണ് അല്ലെ. ദ ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ് അപ്പോൺ ദി ടൈപ്പ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ടൈപ്പ് എന്താണോ ആ ലെവലിലാണ് എന്ത് വരുന്നത്? റിസ്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ബിസിനസ് ഇൻവോൾവ് ഇൻ ഫാഷൻ ഐറ്റംസ് bear more risk as compared to the business involved in standardized goods. Similarly, a business operating a large scale bear more risk as compared to small scale business houses. എപ്പോഴും നമുക്ക് ബിസിനസ് കൂടുതലായിട്ട് വരുന്നത് ലാർജ് സ്കെയിൽ ബിസിനസ്സിലാണ്. നമ്മൾ എന്താണ്, എന്നാലും സ്മാൾ സ്കെയിൽ ബിസിനസ്സിൽ വരൂല എന്ന് വെച്ചാൽ വരും. നമ്മൾ ലാർജ് സ്കെയിൽ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബിസിനസ് വരുന്ന റീസൺസ് എങ്ങനെയാണ്? കൂടുതലാണ്. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് ബിയറിംഗ് ദി റിസ്ക്. ദ ബിസിനസ് ഏൺസ് എ പ്രോഫിറ്റ് ബിക്കോസ് ദേ ആർ ബിയറിംഗ് റിസ്ക്. നോ റിസ്ക് നോ ഗെയിൻ. അതറിയാം, നമുക്ക് റിസ്ക് ഏറ്റെടുക്കാൻ
പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മൾ ഒന്നും ചെയ്യില്ല, നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കും, എന്നാൽ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യണം. അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിൽ നമ്മൾ എത്തണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കുന്നതല്ല. നമ്മൾ റിസ്ക് ഏറ്റെടുക്കാൻ നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് നമുക്ക് പ്രോഫിറ്റും ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിസ്ക് ഡിഫർ ഫ്രം ടൈം ടു ടൈം. നമുക്കറിയാമല്ലോ, ഓരോ ടൈം ഡിപ്പെൻഡ് ചെയ്താണ് റിസ്ക് വരുന്നത്. ദ equilibrium of demand and supply affect the risk of business. If there are more disturbance in the country, the risk will greater. During peaceful time, the risk will be minimum. നമുക്കറിയാം, ഓരോ ടൈം ഡിപ്പെൻഡ് ചെയ്താണ് എന്ത് വരുന്നത്, റിസ്ക് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് റിസ്ക് വരാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്, നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ള നടക്കുന്നതല്ല, എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻസസിൽ അല്ലെങ്കിൽ റീസൺസിൽ എന്ത് വരാറുണ്ട്, റിസ്കുകൾ ഓരോ ഓർഗനൈസേഷൻസിലും വരാറുണ്ട്. Then nature of business risk. Business riskനെ നമുക്ക് 5 categories ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, നാച്ചുറൽ കോസസ്. നാച്ചുറൽ ആയിട്ട് വരുന്ന റിസ്കുകൾ, നാച്ചുറൽ കലാമിറ്റീസ്, എർത്ത് ക്വേക്ക്, ഫ്ലഡ്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്തിന് നമുക്ക് എന്തുണ്ടാകും, നാച്ചുറൽ ആയിട്ട് നമുക്ക് റിസ്കുകൾ ഉണ്ടാകാറുണ്ട്. ഹ്യൂമൻ കോസസ്, ചില സമയത്ത് ഹ്യൂമൻ ബീയിങ്സിൽ, ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചും എന്ത് ചെയ്യാറുണ്ട്, ലോസസ് വരാറുണ്ട്. ഡിസോണസ്റ്റി ഓഫ് എംപ്ലോയി ക്യാൻ ബ്രിങ് ഹെവി ലോസസ് ഫോർ ബിസിനസ്, അല്ലേ? അങ്ങനെയും എന്ത് വരാറുണ്ട്, ബിസിനസ്സിൽ ലോസസ് വരാറുണ്ട്. തേർഡ് വൺ, എക്കണോമിക് കോസസ്. Economic causes are related to a chance of loss due to change in the market. Economic causesലും എന്ത് വരാറുണ്ട്, losses വരാറുണ്ട്. For example, 1971 when government came to power, the Coca-Cola company and many other foreign companies were sent back to India. അപ്പൊ ഇങ്ങനെ എക്കണോമിക് കോസസ് വരുന്ന സിറ്റുവേഷൻസിലും നമുക്ക് റിസ്കുകൾ അനുഭവപ്പെടാറുണ്ട്. ദെൻ ബിസിനസ് റിസ്ക് ഇൻ ഫിസിക്കൽ causes. All the causes which result in the damage of assets are considered as a physical cause. For example, change in the technology may result in the machinery being ഔട്ട്ഡേറ്റഡ്. ഈ ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാം നോക്കുമ്പോഴും എന്ത് വരാറുണ്ട്, ബിസിനസ്സിൽ റിസ്ക് വരാറുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ റിസ്ക് ആണ്. പൊളിറ്റിക്കൽ അറിയാം, നമുക്ക് ഗവൺമെന്റിന്റെ പുതിയ റെഗുലേഷൻസ് വരുമ്പോൾ, റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൽ നമുക്ക് പുതിയ റെസ്ട്രിക്ഷൻസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ എന്ത് വരാറുണ്ട്, ഈ എല്ലാ കണ്ടീഷൻസിലും, പ്രൊഡക്ഷൻസും ഡിസ്ട്രിബ്യൂഷൻസിലും എല്ലാ ലെവലിലും റിസ്കുകൾ എന്ത് ചെയ്യാറുണ്ട്, റിസ്കുകൾ ഒരു ബിസിനസ്സിനുള്ളിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെ റിസ്കുകൾ വരുന്ന കോസസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിസ്കുകൾ വരുന്ന റീസൺസ് എന്ന് പറയുന്ന ഇതിനെ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ ആദ്യം നോക്കിയതുപോലെ റിസ്കിന്റെ ടൈപ്സ് ആണ്. പ്യുവർ റിസ്ക് നമ്മൾ നോക്കി, സ്പെക്യുലേറ്റീവ് റിസ്ക് നോക്കി, ഇൻഷുറബിൾ റിസ്ക്. ദ റിസ്ക് ക്യാൻ ബി റിക്കവേർഡ് ഓർ കോൾഡ് ഇൻഷുറബിൾ, അല്ലേ? നമുക്ക് ഈ റിസ്ക് എല്ലാം റിമൂവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ലെവൽ വരെ പിടിച്ചു നിൽക്കുന്നത് ഏത് ലെവലിലാണ്, ഇൻഷുറബിൾ റിസ്കിലാണ്. നമ്മൾ എല്ലാം ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഇൻഷുറബിൾ റിസ്ക്. ദെൻ നോൺ ഇൻഷുറബിൾ എന്ന് പറയുന്ന റിസ്ക് ഫോർ വിച്ച് നോ പ്രൊട്ടക്ഷൻ ഈസ് അവൈലബിൾ ഓർ കോൾഡ് നോൺ ഇൻഷുറബിൾ റിസ്ക്. ചില റിസ്കുകളിൽ നമ്മൾ എന്ത് കൊടുക്കാറില്ല, പ്രൊട്ടക്ഷൻസ് കൊടുക്കാറില്ല. അതിന് നമ്മൾ എന്ത് പറയും, കെയർലെസ് അല്ലെ നെഗ്ലിജൻസ് ഓഫ് എംപ്ലോയീസ്. ആ കണ്ടീഷൻസിൽ അതിന് നമുക്ക് ഇൻഷുറൻസ് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. എംപ്ലോയീസിൽ വരുന്ന, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ വരുന്ന ലോസസ് വരുമ്പോൾ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, അതിന് നമ്മൾ റിസ്ക് ഇൻഷുറൻസ് കൊടുക്കാറില്ല, ഇൻഷുർ ചെയ്യാറില്ല. അങ്ങനെ വരുന്ന റിസ്കുകളെയൊക്കെ നമ്മൾ എന്ത് പറയും, നോൺ ഇൻഷുറബിൾ റിസ്ക് എന്ന് പറയും. ദെൻ ഇന്റേണൽ റിസ്ക് എന്ന് പറയുന്നത് ഫ്രം ഈവന്റ് വിത്ത് ദ ബിസിനസ് എന്റർപ്രൈസസിന്റെ അകത്ത് വരുന്ന റിസ്കുകളാണ്. നമുക്കറിയാം, മിഷനറിയിലോ ഡിസ്ഓണസ്റ്റി ഓഫ് എംപ്ലോയീസ്, സ്ട്രൈക്ക് ബൈ വർക്കേഴ്സ്. ഇത് നമ്മൾ ഓർഗനൈസേഷൻസിന് ഉള്ളിൽ വരുന്ന റിസ്കുകളെ നമ്മൾ ഇന്റേണൽ റിസ്ക് എന്നും, ഔട്ട്സൈഡിൽ വരുന്ന റിസ്കുകളെ നമ്മൾ എന്ത് പറയും, എക്സ്റ്റേണൽ റിസ്ക് എന്നും പറയും.
ഇന്റേണലിന് നമുക്ക് ഒരു വിധത്തിൽ ലെവലിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് ബിയോണ്ട് ദി കൺട്രോൾ ഓഫ് ബിസിനസ് അണ്ടർടേക്കിംഗ് ഈസ് കോൾഡ് എന്താണ്? എക്സ്റ്റേണൽ റിസ്ക്. ദെൻ ജനറൽ റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ടമെന്റൽ റിസ്ക് ഓർ ഗ്രൂപ്പ് റിസ്ക് വിച്ച് അഫക്ട് ദ ഹോൾ പോപ്പുലേഷൻസ്. ഈ വരുന്ന നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ അവിടെ എന്ത് വരുന്നുണ്ട്? ജനറൽ റിസ്ക് അഫക്ട് ചെയ്യാറുണ്ട്. പർട്ടിക്കുലർ റിസ്ക് എന്ന് പറയുമ്പോൾ പർട്ടിക്കുലർ റിസ്ക് അറൈസ് ഡ്യൂ ടു ദ ഫോൾട്ട് ഓഫ് പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ മാത്രം പറയുന്ന റിസ്കിനെയാണ് നമ്മൾ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കൊണ്ട് മാത്രം വരുന്ന റിസ്കുകളിനെ നമ്മൾ എന്ത് പറയുന്നു? പർട്ടിക്കുലർ റിസ്ക് എന്ന് പറയുന്നു. റിസ്ക് ടു പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റിസ്ക് ടു പ്രോപ്പർട്ടി മേ അക്വയർ ഇൻ ദി ഫോം ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻസ് ഓഫ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടിയിൽ വരുന്ന റിസ്കുകൾ, പ്രോപ്പർട്ടിയിൽ വരുന്ന ഡാമേജുകൾ, അങ്ങനെ വരുന്ന റിസ്കുകളെ നമ്മൾ എന്ത് പറയുന്നു? റിസ്ക് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നു. പേഴ്സണൽ റിസ്ക് എന്ന് പറയുമ്പോൾ പേഴ്സണൽ റിസ്ക് റെഫേഴ്സ് ടു ലോസ് ഓഫ് ലൈഫ് ഓർ ലിംസ് ഓഫ് പേഴ്സൺസ് വർക്കിംഗ് ഇൻ എ ബിസിനസ്. സച്ച് റിസ്ക് ടേക്ക് പ്ലേസ് ഡ്യൂ ടു ആക്സിഡന്റ്, ഓക്കുപേഷണൽ ഡിസീസ്, ഇങ്ങനെയൊക്കെ വരുന്ന പേഴ്സണൽ ആയിട്ട് ഓരോ ഹ്യൂമൻ ബീയിങ്സിൽ ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്സിൽ വരുന്ന പേഴ്സണൽ റിസ്കുകളിനെ നമ്മൾ എന്ത് പറയുന്നു? പേഴ്സണൽ റിസ്ക് എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം റിസ്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കേസുകളാണ്. നമ്മൾ പറഞ്ഞു റിസ്ക് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണും. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇത് റിസ്ക് ക്രിയേറ്റ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എന്തുകൊണ്ടൊക്കെയാണ് നമുക്ക് റിസ്കുകൾ വരുന്നത് എന്നുള്ളതിന്റെ കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ നോക്കി. അതുപോലെ തന്നെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന റിസ്കുകൾ, നാച്ചുറായിട്ടുണ്ടാകുന്ന നമുക്ക് നോർമലായിട്ട് ഉണ്ടാകുന്ന റിസ്കുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് കുറെ പോയിന്റ്സുകൾ നോക്കി. അതുപോലെ തന്നെ റിസ്കുകളുടെ 10 ടൈപ്സ് നമ്മൾ നോക്കി. ഇതല്ലാതെ നമുക്ക് സിലബസിൽ കുറെ അധികം വേറെ റിസ്കുകളും ഉണ്ട്. അപ്പൊ ഈ റിസ്കുകളും എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ റിസ്കിനെ കുറിച്ച്, റിസ്ക് എന്നുള്ള ഒരു കണ്ടന്റിനെ കുറിച്ച് ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു നല്ല ഒരു എന്തോ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും.